വൃക്കയെ സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാനായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും സീനിയറായ, കേരളത്തിലെ ആദ്യത്തെ നെഫ്രോളജിസ്റ്റായ, ആദ്യത്തെ റീനൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഡോക്ടർ തോമസ് മാത്യു സാറാണ്. നമസ്കാരം. എന്തൊക്കെയാണ് പ്രമേഹ രോഗികൾ കാണുന്ന കിഡ്നി? പ്രമേഹത്തെ പറ്റി പറഞ്ഞാൽ വളരെ പറയാനുള്ള കാര്യമാണ്. ഒരു 100 പേരെ എടുത്താൽ 30 പേർക്കെങ്കിലും പ്രമേഹം ഉള്ളതായിട്ടാണ് ഇപ്പോഴത്തെ കണക്ക്. അപ്പോൾ ഈ പ്രമേഹം എന്ന് പറയുന്നത് രക്തത്തിൽ ഷുഗർ വരുന്ന, ആ ഷുഗറിന്റെ അളവ് ആവശ്യത്തിൽ കൂടുതലാണ്. അപ്പോൾ ഈ കിഡ്നിയുടെ ഉള്ളിൽ കൂടി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, രക്തം ശുദ്ധി ചെയ്യുന്ന വൃക്കകളാണ്. അപ്പോൾ ഈ ശുദ്ധി ചെയ്യുന്ന രക്തത്തിൽ ഇങ്ങനെ ഷുഗറിന്റെ അളവ് കൂടുകയാണെങ്കിൽ അത് കിഡ്നിയെ കാര്യമായി ബാധിക്കും. കിഡ്നിയുടെ ഉള്ളിൽ ഷുഗർ കടന്നുകൂടാൻ പാടില്ല. ഒരു ഫാസ്റ്റിംഗിൽ 110 അല്ലെ ഭക്ഷണശേഷം 140 മില്ലിഗ്രാമിൽ കൂടുതൽ കിഡ്നിയുടെ ഉള്ളിൽ കൂടെ പോയാൽ കിഡ്നിയുടെ കോശങ്ങൾക്ക് കേട് സംഭവിക്കും. കോശങ്ങൾ കേട് സംഭവിച്ചിട്ട് കിഡ്നിയിൽ നിന്നുള്ളിൽ ഈ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന കുറേ സാധനങ്ങൾ ശരീരത്തേക്ക് തിരിച്ചെടുക്കേണ്ട സാധനങ്ങൾ, ആൽബുമിൻ, ബ്ലഡ്, ഇതൊക്കെ ലീക്ക് ചെയ്യാൻ തുടങ്ങും. കിഡ്നി അങ്ങനെ ലീക്ക് ചെയ്ത് അത് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് മുഖത്ത് നീരും കാലിൽ നീരും ഒക്കെ വന്ന് ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേന് കിഡ്നി പ്രവർത്തനം സ്തംഭിച്ചു തുടങ്ങും. അതാണ് കിഡ്നി കാര്യമായിട്ട് ഷുഗർ കൊണ്ടിട്ട് കേടുവരുന്നത്.